ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത് 70,000 മനുഷ്യർ. താൽക്കാലിക വിജയങ്ങളാണ് ലോകത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെയോ ഭാവിയുടേക്കാൾ വലുത് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എന്ത് മഠയത്തരമാണ്, എന്ത് മൗഢ്യമാണ് വേണ്ടത്, അല്ലേ? മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിലുണ്ടായ കുന്നിന്റെ മുകൾ ഭാഗത്ത് വിള്ളൽ കണ്ട ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങാത്ത വിധം ഷീറ്റുകൾ വിരിച്ചു. പരിശോധന നടത്തിയ ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷീറ്റുകൾ വിരിച്ചത്. കുന്നിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഇടിച്ചു നിരത്തിയ നിലയിലാണ്. മഴ കനത്താൽ ഏതു നിമിഷവും മണ്ണിടിയാൻ സാധ്യതയുമുണ്ട്. അനധികൃതമായി കുന്നിടിച്ചതിനെ തുടർന്ന് 40-ലധികം വീടുകൾ ഭീഷണിയിലാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, അവിടെ നമുക്ക് കാണാം എത്രത്തോളം ആ കുന്ന് ഇടിച്ചു വെച്ചിട്ടുണ്ട് എന്നത്. അതിന് താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ഈ മണ്ണിടിഞ്ഞാൽ എത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടാകുന്നത് എന്നതും അറിയാം. ഇതൊന്നും ചെയ്യുമ്പോൾ യാതൊരു മുൻകരുതലും എടുത്തില്ല. ഇപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. അതാണ് ആകെ ചെയ്യാൻ കഴിയുന്നത്. അതിന് താഴെയുള്ള വിള്ളലിന് മുകളിൽ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ ഈ പ്രദേശത്തെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതായത് വലിയ വിള്ളലുകൾ രൂപപ്പെടുന്നു. മിനിയാന്ന് രാത്രി പെയ്ത മഴയോട് കൂടിയിട്ട് ഇന്നലെ രാവിലെ വലിയ വിള്ളൽ, അതായത് അതിന് തൊട്ട് മുൻപ് ദിവസം കണ്ടതിനേക്കാൾ വലിയ വിള്ളൽ രൂപപ്പെടുന്ന സാഹചര്യം. ചേനാടൻ കുളുമ്പ് പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ആശങ്കയിലാകുന്ന സാഹചര്യം. ഇന്നലെയൊക്കെ രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് ആ കുടുംബങ്ങൾ, ഏകദേശം 40ഓളം വരുന്ന കുടുംബങ്ങൾ മാറി ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. പ്രായം ചെന്നവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവരെല്ലാവരും ചേർന്ന് കൂട്ടപാലായനം പോലെ അവിടെ നിന്ന് മറ്റൊരു ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്ന സാഹചര്യം. അതായത് 2 മാസം മുമ്പാണ് ഈ കുന്ന് ഇടിച്ചു നിരത്തുന്നത്. പഞ്ചായത്തിൻ്റെയോ ജിയോളജി വകുപ്പിൻ്റെയോ യാതൊരു അനുമതിയും വാങ്ങാതെയാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് കുന്നിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുന്നിടിച്ച മണ്ണ് അത് പരത്തിക്കൊണ്ട് ആ പ്രദേശം പരത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ മണ്ണ് കൊണ്ടുപോയി ഇട്ട പ്രദേശത്താണ് ഇപ്പോൾ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 200 മീറ്റർ നീളത്തിൽ മണ്ണിടിയാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ഒരു നടപടി എന്ന വണ്ണം പഞ്ചായത്ത് ഉൾപ്പെടെ ഇടപെടുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം വരുന്നു. അങ്ങനെയാണ് സ്ഥലമുടമ ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആ വിള്ളലിലേക്ക് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ആ വിള്ളലുകൾക്ക് മുകളിൽ വിരിച്ചുകൊണ്ട് അവിടെ ഒരു സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ശാശ്വതമല്ല. വലിയ തോതിലുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മറികടന്ന ആ മണ്ണിടിഞ്ഞ 40 കുടുംബങ്ങൾ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ വേണ്ട സംവിധാനങ്ങളും പഞ്ചായത്ത് ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആശങ്ക ഒഴിയുന്നില്ല. പക്ഷേ നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ അതിലൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മാധു എടുത്തു പറയേണ്ടത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കാണുന്നത് ആ വിള്ളലുണ്ടായ ഭാഗത്ത് ഈ ടാർപോളിൻ ഷീറ്റ് വിരിച്ചു വെച്ചിരിക്കുന്നതാണ്. അവിടേക്ക് എത്തി പരിശോധന നടത്തിയ അധികൃതർ പറഞ്ഞതിന് പ്രകാരം ആണ് അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടി വിള്ളലിലേക്ക് വെള്ളമിറങ്ങി കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാർപോളിൻ ഷീറ്റ് അവിടെ വിരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. 40ഓളം കുടുംബങ്ങൾക്കാണ് ആ ഭീഷണിയുള്ളത്. പേടിച്ചിട്ട് അവരൊക്കെ അവിടെ നിന്ന് മറ്റു വീടുകളിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്.